ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജാസസ് വ്ലോഗ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത് ഞാൻ ഇന്ന് കണ്ട ഒരു വെബ് സീരീസിനെ കുറിച്ച് പറയാനാണ്. ഞാൻ ഇന്ന് കണ്ട വെബ് സീരീസിന്റെ പേരാണ് ഫാർമ. നമുക്ക് എല്ലാവർക്കും ഇപ്പം ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ഹോട്ട്സ്റ്റാറിലാണ് റിലീസ് ചെയ്തത്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നിവിൻ പോളിയാണ് അഭിനയിച്ചിരിക്കുന്നത്. നിവിൻ പോളിയോടൊപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ അധികം താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ വെബ് സീരീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഫാർമസ്യൂട്ടിക്കൽ സ്കാമിനെ റിലേറ്റ് ചെയ്ത്, ഒരു ബിസിനസ് സ്കാമിനെ റിലേറ്റ് ചെയ്തിട്ടാണ് സീരീസ് ഉടനീളം നിലനിൽക്കുന്നത്. എനിക്കിത് പേഴ്സണലി കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഫാദർ ഒരു മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ നിവിൻ പോളി ചെയ്തിരിക്കുന്ന കഥാപാത്രം എനിക്ക് കുറച്ചും കൂടെ പേഴ്സണലി അറ്റാച്ച്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ഈ സിനിമ കാണുന്നതിൻ്റെ ഉടനീളം ഞാൻ എൻ്റെ അപ്പയെ കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ചത്. ലൈക്ക് അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. ഞാൻ ജനിച്ച അന്നോട്ട് എനിക്ക് വീട്ടിൽ നേരത്തിന് ഫുഡ് കിട്ടിയിരുന്നു, വസ്ത്രം കിട്ടിയിരുന്നു, താമസിക്കാൻ നല്ലൊരു വീടുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നിൽ എൻ്റെ അപ്പ കഷ്ടപ്പെട്ടൊരു ഹാർഡ് വർക്കും കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒന്നും കൂടി അത് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ച ഒരു സീരീസും കൂടിയാണ് ഫാർമ എന്ന് പറയുന്നത്. കാരണം എൻ്റെ അപ്പ ഒരു മെഡിക്കൽ റെപ്പാണ്. അപ്പോൾ നിവിൻ പോളി ചെയ്തിരിക്കുന്ന കഥാപാത്രം എനിക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട്, ഇമോഷണലിയും കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്, ഒരു ഫാൻ ഗേൾ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എന്നെ നിവിൻ പോളി അത്ര എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടാവില്ല, സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ അദ്ദേഹം ഒരു മികച്ച നടൻ തന്നെയാണെന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുക കൂടിയാണ് ഫാർമയിലൂടെ. രണ്ട് ടൈം സ്പാനിൽ, ജീവിതത്തിൻ്റെ രണ്ട് സ്റ്റേജിൽ നിവിൻ പോളി കടന്നു പോകുന്ന ടൈം സ്പാനിലുള്ള കാര്യങ്ങൾ അടിപൊളിയായിട്ട് നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ വന്നു പോകുന്ന സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും എല്ലാം ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ആസ് എൻ ആക്ടർ ഹിസ് പെർഫോമൻസ് ഈസ് ക്വൈറ്റ് ഗുഡ്. ഒരു വലിയ സ്കാമിൻ്റെ ഭാഗമാവുന്നതിനോടൊപ്പം നിവിൻ പോളി എന്ന് പറയുന്ന സാധാരണക്കാരൻ ജീവിക്കാൻ വേണ്ടി ഓടുന്ന നെട്ടോട്ടങ്ങളെക്കുറിച്ചും ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മുടെ ഈ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്കാമുകൾ നടക്കപ്പെടുന്ന ഒരു ഫീൽഡാണ് മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. മറ്റുള്ളവൻ്റെ കരച്ചിലാണ് ഇവിടുത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. പൊതുവെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്ന് മേടിച്ചു കഴിച്ചു, അതിന് പിന്നാലെ നമ്മൾ ആ മരുന്ന് കഴിക്കുന്നു. ഡോക്ടർ എഴുതുന്ന മരുന്ന് നമ്മൾ 3 നേരം 2 നേരം, ഭക്ഷണത്തിന് ശേഷം, ഭക്ഷണത്തിന് മുൻപ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കണ്ടന്റുകളെ കുറിച്ച് നമുക്ക് വലിയ ധാരണകൾ ഉണ്ടാവാറില്ല. പൊതുവെ കഴിക്കുന്നു, മാറുന്നു. പക്ഷെ എവിടെയോ ഒരു പോയിന്റിൽ ഞാനും ചിന്തിക്കാറുണ്ട്, ഇത് അടുത്തൊരു രോഗത്തിലേക്കുള്ളൊരു ലീഡിങ് കൂടിയാണോ എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്ത ഈ സീരീസ് നമുക്ക് ഉണ്ടാക്കും. PR അരുൺ പങ്കുവെക്കുന്ന ഒരു ആശയമുണ്ട്. നമ്മുടെ ചുറ്റിലും കാണുന്നതെല്ലാം ഒരു ബിസിനസ്സാണ്. ഇപ്പം ഞാനിരുന്ന് സംസാരിക്കുന്നത് പോലും മറ്റൊരു ബിസിനസ്സിലെ, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ബിസിനസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു പരിശ്രമം കൂടിയാണ്. നമ്മുടെ ചുറ്റിലും കാണുന്ന ബിസിനസ്സിനെ ബിസിനസ്സായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പോയിന്റ്, അങ്ങനെ ഒരു ഉത്ബോധം നമുക്ക് ഉണ്ടാവണം. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് ഹെൽത്തിൻ്റെ കേസിൽ നമ്മൾ കഴിക്കുന്ന, നമ്മൾ ഉള്ളിലോട്ട് എടുക്കുന്ന മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ്സ് എല്ലാത്തിൻ്റെ കേസിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവും കൂടെ ഈ ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസ് തരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. നമുക്ക് ഡോക്ടർ നോർമലി എഴുതുന്ന മരുന്നുകൾ, കണ്ടന്റുകൾ മാത്രമല്ല, മരുന്ന് ഏത് കമ്പനിയുടെ ആണെന്ന് പോലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ആ ഡോക്ടർ എഴുതി തരുന്നു, നമ്മൾ കണ്ണടച്ച് പോയി വിശ്വസിച്ചു അത് കഴിക്കുന്നു. ഒരു പക്ഷേ ഇത് കാണുന്ന ഒട്ടനവധി ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന B.Pharm, M.Pharm പഠിച്ച് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയ ആൾക്കാരും, അതല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചും കൂടെ കണക്റ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ടെക്നിക്കൽ പരമായിട്ട് എനിക്ക് അധികം പറയാൻ അറിയില്ലെങ്കിലും ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ എനിക്ക് എവിടെയൊക്കെയോ ഒരു പകുതിക്ക് ശേഷം ഒരു ലാഗിൻ്റെ പരിപാടി എനിക്ക് മൊത്തത്തിൽ ഫീൽ ചെയ്തായിരുന്നു. ചിലപ്പോൾ നമ്മളായിരിക്കുന്ന മേഖലയിലെ കാര്യങ്ങളല്ലാത്തതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ അടിച്ചത്. പക്ഷെ എന്നാൽ കൂടിയായാലും എവിടെയൊക്കെയോ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളിൽ പോലെ ആയാലും ഒരു ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്ന തരത്തിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ബെറ്റർ ആക്കാൻ തോന്നിയിരുന്ന സംഭവം, ഇമോഷൻസ് കൺവേ ചെയ്യുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഉണ്ടായിരുന്നില്ല. അതും കുറച്ചും കൂടെ ബെറ്റർ ആക്കാന്നുള്ളത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ചിലപ്പോൾ ഈ ലാഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ. ഇത് എൻ്റെ പേഴ്സണൽ മാത്രം ഒപ്പീനിയനാണ്. എൻ്റെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ആക്ടർക്ക് അഭിനയിച്ച് തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സും സിനിമയിലില്ല എന്നുള്ളത്. അഭിനയത്തിൻ്റെ ഒരു വലിയ മികവ് കാണാൻ പറ്റുന്നില്ലെങ്കിലും കിട്ടിയിരിക്കുന്ന റോള് എല്ലാവരും, അതായത് നിവിൻ പോളി ആയിക്കോട്ടെ, രജിത് കപൂർ ആയിക്കോട്ടെ, ശ്രുതി, അതുപോലെ വീണ, നരേൻ്റെ കഥാപാത്രം, അങ്ങനെ ഒട്ടനവധി ചെറുതും വലുതുമായ കഥാപാത്രങ്ങൾ ചെയ്യുന്നവരെല്ലാവരും അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്.
ഒരുപക്ഷെ ഫാർമ ഒരു ചെറിയൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരിക്കും. ചില സിനിമകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള സീരീസൊക്കെ കണ്ടിറങ്ങുമ്പോൾ നമ്മളെ ചിന്തിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള ഒരു സിനിമ കൂടിയാണ് ഫാർമ. എനിക്ക് കൂടുതൽ സ്പോയിലേഴ്സ് കൊടുക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്തത്. മലയാള സിനിമയ്ക്ക് അത്ര പരിചയമില്ലാത്ത ഒരു തിരക്കഥ ഒരുക്കാൻ ഫാർമയ്ക്ക് സാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ജാസ്മിൻ സൈനിങ് ഓഫ്.